റഷ്യ-യുക്രൈൻ സംഘർഷം നീണ്ടുപോകുമ്പോൾ യുക്രൈനിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും ഭരണനേതൃത്വത്തിലുമുള്ള വിള്ളലുകൾ മറനീക്കി പുറത്തുവരികയാണ്. നിലവിലെ യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കിയുടെ ഭരണത്തിനെതിരെ രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നാടുകടത്തപ്പെട്ട യുക്രൈൻ എംപി ആർട്ടിയോം ദിമിത്രോക്. സെലൻസ്കിയുടെ ഭരണത്തിന് കീഴിൽ യുക്രൈനിൽ നീതിയുക്തമായ തിരഞ്ഞെടുപ്പ് നടത്തുക എന്നത് അസാധ്യമാണെന്നും നിലവിലെ നേതൃത്വം അധികാരമൊഴിഞ്ഞാൽ മാത്രമേ ജനാധിപത്യപരമായ മാറ്റം സാധ്യമാകൂ എന്നുമാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. സെലൻസ്കിയുടെ പ്രസിഡൻഷ്യൽ കാലാവധി കഴിഞ്ഞ വർഷം തന്നെ അവസാനിച്ചിരുന്നു. എന്നാൽ 2022 റഷ്യയുമായുള്ള സംഘർഷം ആരംഭിച്ചതിനു ശേഷം ഏർപ്പെടുത്തിയ പട്ടാള നിയമം ചൂണ്ടിക്കാട്ടി സെലൻസ്കി തിരഞ്ഞെടുപ്പ് നടത്താൻ വിസമ്മതിക്കുകയായിരുന്നു. യുദ്ധം ഒരു കാരണമാക്കി തിരഞ്ഞെടുപ്പ് വൈകിപ്പിക്കുന്നത് സെലൻസ്കിയുടെ തന്ത്രമാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്തിടെ ആരോപിച്ചിരുന്നു. ഇതിന് മറുപടിയായി പാശ്ചാത്യ രാജ്യങ്ങൾ സുരക്ഷ ഉറപ്പാക്കിയാൽ 90 ദിവസത്തിനുള്ളിൽ തിരഞ്ഞെടുപ്പ് നടത്താൻ തയ്യാറാണെന്ന് സെലൻസ്കി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ നീക്കത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ആർട്ടിയോം ദിമിത്രോക് രംഗത്തെത്തി. ടെലഗ്രാമിലൂടെ നടത്തിയ പ്രതികരണത്തിൽ സെലൻസ്കിയുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം വെറും കാപട്യമാണെന്നും അധികാരം നിലനിർത്താനുള്ള മറയാണെന്നും അദ്ദേഹം ആരോപിച്ചു. നിലവിലെ ഭരണകൂടത്തെ ഭീകര ഭരണകൂടമെന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം ഈ സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പ് ചർച്ചകൾക്ക് പ്രസക്തിയില്ലെന്നും വാദിച്ചു. ഈ ഭരണകൂടത്തിന് കീഴിൽ തിരഞ്ഞെടുപ്പ് അസാധ്യമാണ്. യുക്രൈനിലെ രാഷ്ട്രീയ സാഹചര്യം വഞ്ചനാപരമാണ്. നിലവിലുള്ള മിക്ക സ്ഥാനാർത്ഥികളും സെലൻസ്കിയുടെ യുദ്ധ സംവിധാനത്തിന്റെ ഭാഗമായവരാണ്. ഈ രക്തരൂക്ഷിതമായ ഘോഷയാത്രയുടെ തലപ്പത്ത് സെലൻസ്കി തന്നെയാണ്. തിരഞ്ഞെടുപ്പ് സാധ്യമാകണമെങ്കിൽ നിലവിലെ ഭരണകൂടം കീഴടങ്ങുകയും അധികാരം ഒരു ഇടക്കാല സർക്കാരിന് കൈമാറുകയും വേണം. ട്രംപിന്റെ ഇടപെടൽ യഥാർത്ഥത്തിൽ തിരഞ്ഞെടുപ്പിനു വേണ്ടിയുള്ളതല്ലെന്നും മറിച്ച് സെലൻസ്കിയോട് അധികാരം വിട്ടുപോകാനുള്ള നയപരമായ സൂചനയാണെന്നും അദ്ദേഹം നിരീക്ഷിക്കുന്നു. സെലൻസ്കിയുടെ ഭരണകൂടത്തിനെതിരെ അഴിമതിയുടെയും പീഡനത്തിന്റെയും ഗുരുതരമായ ആരോപണങ്ങളാണ് ദിമിത്രോക് ഉന്നയിച്ചിരിക്കുന്നത്. 2022 ഒഡേസയിൽ വെച്ച് യുക്രൈൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ തന്നെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചുവെന്നും ഇത് സെലൻസ്കിയുടെ നേരിട്ടുള്ള ഉത്തരവ് പ്രകാരമായിരുന്നുവെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. കൂടാതെ സെലൻസ്കിയുടെ അടുത്ത വൃത്തങ്ങൾ ഊർജ്ജ പ്രതിരോധ മേഖലകളിൽ വൻ അഴിമതി നടത്തുന്നതായും അദ്ദേഹം ആരോപിച്ചിരുന്നു. ദിമിത്രോക് യുക്രൈൻ ഓർത്തഡോക്സ് സഭയുടെ ഒരു സബ് ഡീക്കൻ കൂടിയാണ്. റഷ്യയുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ച് ഈ സഭയെ നിരോധിക്കാനുള്ള യുക്രൈൻ പാർലമെന്റിന്റെ നീക്കത്തെ പരസ്യമായി എതിർത്ത ഏക എംപി ഇദ്ദേഹമായിരുന്നു. ഈ എതിർപ്പാണ് അദ്ദേഹത്തെ ഭരണകൂടത്തിന്റെ ശത്രുവാക്കിയത്. തുടർന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരിൽ നിന്നുണ്ടായ വധഭീഷണികളെ തുടർന്നാണ് 2024 ഓഗസ്റ്റിൽ അദ്ദേഹം രാജ്യം വിട്ടത്. രാജ്യം വിട്ടതിന് പിന്നാലെ ദിമിത്രോകിനെതിരെ യുക്രൈൻ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. മുൻപ് പാർലമെന്റിലും സിറ്റി കൗൺസിലിലും വെച്ച് സഹപ്രവർത്തകരെ മർദ്ദിച്ചു, പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ചു തുടങ്ങിയ പഴയ കേസുകൾ കുത്തിപ്പൊക്കിയാണ് യുക്രൈൻ അദ്ദേഹത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നത്. നിലവിൽ അദ്ദേഹം ബ്രിട്ടനിലാണുള്ളത്. യുക്രൈൻ അദ്ദേഹത്തെ വിട്ടുകിട്ടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും രാഷ്ട്രീയ പ്രേരിതമായ കേസുകളാണെന്ന് കാണിച്ച് അദ്ദേഹം ഇതിനെ പ്രതിരോധിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റായി ട്രംപ് അധികാരമേറ്റതിനു ശേഷം യുക്രൈനുമേൽ തിരഞ്ഞെടുപ്പ് നടത്താനുള്ള സമ്മർദ്ദം ശക്തമാക്കിയതുണ്ട്. യുദ്ധം ഒരു മറയാക്കി ജനാധിപത്യം ഇല്ലാതാക്കുന്നു എന്ന ട്രംപിന്റെ വിമർശനമാണ് സെലൻസ്കിയെ പെട്ടെന്ന് തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് സംസാരിക്കാൻ പ്രേരിപ്പിച്ചത്. എന്നാൽ വെടിനിർത്തലും പൂർണ്ണ സുരക്ഷയും ഉറപ്പാക്കാതെ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ആത്മഹത്യാപരമാണെന്നാണ് സെലൻസ്കിയുടെ വാദം. യുദ്ധം നീണ്ടുപോകുന്നതിലും അഴിമതി ആരോപണങ്ങളിലും യുക്രൈൻ ജനതയ്ക്കിടയിൽ അസംതൃപ്തിയുണ്ടെന്ന് വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. തിരഞ്ഞെടുപ്പ് നടന്നാൽ മുൻ സൈനിക മേധാവി വാലരി സലൂഷ്നിയെ പോലെയുള്ള എതിരാളികൾ സെലൻസ്കിക്ക് കടുത്ത വെല്ലുവിളി ഉയർത്താൻ സാധ്യതയുണ്ട്. ഇതുകൊണ്ടാണ് സെലൻസ്കി തിരഞ്ഞെടുപ്പ് വൈകിപ്പിക്കുന്നത് എന്നാണ് ദിമിത്രോക് അടക്കമുള്ള വിമർശകരുടെ പക്ഷം. റഷ്യയുടെ നിലപാടും ഇതിനോട് ചേർന്നു പോകുന്നതാണ്. സെലൻസ്കിക്ക് ഇപ്പോൾ നിയമസാധുതയില്ലെന്നും അതിനാൽ അദ്ദേഹവുമായി സമാധാന കരാർ ഒപ്പിടാൻ കഴിയില്ലെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് നടത്താമെന്ന സെലൻസ്കിയുടെ പൊടന്നിലുള്ള താൽപര്യം വെടിനിർത്തലും അതുവഴി വീണ്ടും ആയുധം സംഭരിക്കാനുമുള്ള തന്ത്രമാണെന്ന് ക്രെംലിൻ വക്താവ് യൂറി ഉഷാക്കോവ് അഭിപ്രായപ്പെട്ടു. യുക്രൈനിലെ രാഷ്ട്രീയ അനിശ്ചിതത്വം കൂടുതൽ സങ്കീർണമാകുന്നു. സെലൻസ്കിയുടെ ഭരണത്തിന് കീഴിൽ ജനാധിപത്യപരമായ ഒരു തിരഞ്ഞെടുപ്പ് അസാധ്യമാണെന്ന ആഭ്യന്തര വിമർശനങ്ങളും അദ്ദേഹത്തിന്റെ നിയമസാധുതയെ ചോദ്യം ചെയ്യുന്ന റഷ്യയുടെ നിലപാടും യുക്രൈന്റെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നു. പാശ്ചാത്യ രാജ്യങ്ങളുടെ സമ്മർദ്ദവും ആഭ്യന്തര എതിർപ്പുകളും സെലൻസ്കിയുടെ തുടർഭരണത്തെ എങ്ങനെ ബാധിക്കുമെന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടതിരിക്കുന്നു.